ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനത്രേ ദാവൂദ് നബി അലൈഹിസ്സലാം. മറ്റു പല പ്രവാചകരിൽ നിന്നും വ്യത്യസ്തമായി രാജപദവിയും പ്രവാചകത്വവും ഒരുമിച്ച് സിദ്ധിക്കുകയും നിരവധി അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്ത ദൈവദൂതനാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. മൂസാ നബിക്ക് ശേഷം ഇസ്രായേല്യരിൽ വേറെയും നബിമാർ നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ ജാലൂത്ത് എന്ന അക്രമിയായൊരു ഭരണാധികാരിയാൽ അവർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ജാലൂത്തിനെ നേരിടാൻ കഴിവില്ലാതിരുന്ന ആ സമൂഹം തങ്ങളുടെ പ്രവാചകനോട് ഒരു രാജാവിനെ നിയമിച്ചുതരാൻ ആവശ്യപ്പെട്ടു. ത്വാലൂത്ത് എന്ന ഒരാളെ രാജാവാക്കി അല്ലാഹു നിശ്ചയിച്ചുകൊടുത്തു. നന്ദികേടിൽ പേരുകേട്ട ഇസ്രായേല്യർ പക്ഷേ തൃപ്തിപ്പെട്ടില്ല. ത്വാലൂത്തിന്റെ അധികാരത്തിൽ ചിലർക്ക് അമർഷം. ഏതായാലും ത്വാലൂത്തിന്റെ നേതൃത്വത്തിൽ ജാലൂത്തിനെ നേരിടാൻ അവർ പുറപ്പെട്ടു. എന്നാൽ ജാലൂത്തിന്റെ ശക്തിയെപ്പറ്റി കേട്ടു ഭയന്ന അവർ തങ്ങൾക്ക് ജാലൂത്തിനെ നേരിടാൻ വയ്യെന്ന് പറഞ്ഞു. വിശ്വാസം ഉറച്ച കുറച്ചുപേർ മാത്രം ത്വാലൂത്തിനോടൊപ്പം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഒരു നദിയിലെ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ത്വാലൂത്ത് സൈന്യത്തിന്റെ ക്ഷമാശീലം പരിശോധിച്ചു. അതിൽ കുറച്ചുപേർ മാത്രമേ വിജയിച്ചുള്ളൂ. ആ ചെറുസംഘം ധീരമായി പോരാടി സൈന്യത്തിനുവേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. സൈന്യത്തിലുണ്ടായിരുന്ന ദാവൂദ് എന്ന ചെറുപ്പക്കാരൻ ജാലൂത്തിനെ വധിച്ചു. ത്വാലൂത്തിന്റെയും ദാവൂദിന്റെയും സൈന്യം വിജയിച്ചു. ഫലസ്തീൻ കീഴടക്കി. ഏറെ താമസിയാതെ ഭരണച്ചുമതല ദാവൂദിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. ഇസ്രായേല്യർക്കിടയിൽ ഐക്യമുണ്ടാക്കി അദ്ദേഹം ശക്തമായൊരു ഭരണകൂടം സ്ഥാപിച്ചു. ദാവൂദിന് അല്ലാഹു പ്രവാചകത്വ പദവിയും നൽകി. ദൈവഭൃത്യന്മാർക്ക് അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ നൽകി. ഇദ്ദേഹത്തിനും നിരവധി ആയത്തുകൾ നൽകിയിട്ടുണ്ട്. പർവ്വതങ്ങളും പറവകളും ദാവൂദിന്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന് ബഹുമതിയായി. ഇരുമ്പിനെ അല്ലാഹു അദ്ദേഹത്തിന് പാകപ്പെടുത്തിക്കൊടുത്തു. ഇരുമ്പുകൊണ്ട് പടയങ്കിയുണ്ടാക്കുന്ന വിദ്യയും വശമായിരുന്നു അദ്ദേഹത്തിന്. അല്ലാഹു അദ്ദേഹത്തെ നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കിയിട്ടുണ്ട്. രാജ്യാധികാരം ലഭിച്ച ദാവൂദ് നബി അഹങ്കരിക്കുകയല്ല ചെയ്തത്. സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഉപജീവനത്തിനുവേണ്ടി ദാവൂദ് ഉപയോഗിച്ചിരുന്നത് എന്ന് നബിതങ്ങൾ പ്രസ്താവിച്ചതായി കാണാം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ദാവൂദ് നബിയുടെ നിസ്കാരമായിരുന്നു. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബിയുടെ നോമ്പായിരുന്നു. ദാവൂദ് നബി സബൂർ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ പറവകളും മൃഗങ്ങളും വട്ടമിട്ട് ചുറ്റും കൂടും ശ്രദ്ധിച്ചു കേൾക്കുകയും ആസ്വദിക്കും ചെയ്യും. സമയമെത്ര ദീർഘിച്ചാലും സദസ്സ് വിട്ടു പോവില്ല. വിശന്ന് പൊരിഞ്ഞ് മരണം സംഭവിക്കുമെന്ന് വന്നാൽ പോലും അവ സബൂർ പാരായണം കേട്ടുകൊണ്ടിരിക്കും. മറ്റാർക്കും ലഭിക്കാത്തത്ര സുന്ദരമായിരുന്നു ദാവൂദ് നബിയുടെ രാഗം. ആ പ്രവാചകനെ അടുത്തറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഇസ്രായേലി വംശത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ദാവൂദ് നബിയുടെ പിതാവ് ഈശ. അദ്ദേഹത്തിന് 13 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു ദാവൂദ് നബി. വലിയ ഉയരമില്ല, ഉയരം കുറഞ്ഞയാളായിരുന്നു. നീലക്കണ്ണുകൾ, തലയിൽ തിങ്ങിനിറഞ്ഞ മുടിയില്ല, മുടി കുറവായിരുന്നു. പരിശുദ്ധമായ മനസ്സ്, ആരും ഇഷ്ടപ്പെടുന്ന ആകർഷകമായ പെരുമാറ്റം. വലിയ ധീരനാണ്, നല്ല ശക്തനുമാണ്. പുലിയെയും സിംഹത്തെയുമൊക്കെ ഒറ്റയ്ക്ക് നേരിടും, വകവരുത്തും. അത്രയ്ക്ക് ശക്തനാണ്. കയ്യിൽ കവണ കാണും. അത് വളരെ പ്രസിദ്ധമായ കവണയാണ്. കവണയിൽ കല്ലുവെച്ച് ഉന്നം നോക്കി എയ്തുവിടും, ലക്ഷ്യത്തിൽ തന്നെ ചെന്നുകൊള്ളും. ഇളയ കുട്ടിയായതുകൊണ്ട് ഗോത്രക്കാരിൽ നിന്ന് അളവറ്റ സ്നേഹവും ലാളനയും ലഭിച്ചു. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വളർന്നുവന്നു. അത്ഭുതകരമായ ബുദ്ധിശക്തിയും പാവങ്ങളോട് വല്ലാത്ത അലിവുള്ള മനസ്സ്. ധിക്കാരികളോട് കടുത്ത വിരോധം. ശൈശവം വിട്ടു ബാല്യദശയിലെത്തി. ധാരാളം അംഗങ്ങളുള്ള തറവാട്. ദിവസേന ഒട്ടേറെ വിരുന്നുകാർ. വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ചയ്ക്കു വരും. ദാവൂദ് കൗതുകത്തോടെ കേൾക്കും. പല കാര്യങ്ങൾ കേട്ടുപഠിക്കും. വ്യക്തികൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഒരാൾ അവതരിപ്പിക്കുന്നു. കേട്ടിരിക്കുന്നവർ അവരവരുടെ ബുദ്ധിക്കും ഭാവനക്കുമനുസരിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. പ്രശ്നം 1, പരിഹാരം പലത്. അതെന്താ അങ്ങനെ? ബാലനായ ദാവൂദ് ചിന്തിച്ചു. വിവിധ വ്യക്തികൾ, വിവിധ ചിന്തകൾ, വിവിധ അഭിപ്രായങ്ങൾ. ആ വൈവിധ്യങ്ങളെക്കുറിച്ച് ആ ബാലൻ ചിന്തിച്ചു വീട്ടിലെത്തുന്ന ചിലർ കുടുംബ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു. എല്ലാ കുടുംബത്തിലുമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ. അവയുടെ കാരണങ്ങൾ ഒരേ രീതിയിലുള്ളതല്ല, വിവിധ കാരണങ്ങൾ. പരിഹാരമാർഗങ്ങളും പലവിധം. അതേക്കുറിച്ചൊക്കെ ബാലൻ ചിന്തിക്കാൻ തുടങ്ങി. സാമൂഹിക പ്രശ്നങ്ങളാണ് മറ്റ് ചിലപ്പോൾ ചർച്ചയ്ക്ക് വരിക. അതും ശ്രദ്ധിച്ചു കേൾക്കും. സമൂഹത്തിലെ അംഗങ്ങൾ, വിവിധ സ്വഭാവക്കാർ. സംസ്കാരമുള്ളവർ, സത്യം കാത്തുസൂക്ഷിക്കുന്നവർ. സംസ്കാരമില്ലാത്തവർ, സ്വഭാവദൂഷ്യമുള്ളവർ, കള്ളന്മാർ, ദുഷ്ടന്മാർ, ഭിന്നിപ്പുണ്ടാക്കുന്നവർ. അവരെക്കുറിച്ചെല്ലാം കേട്ടു ചിന്തിച്ചു. മനുഷ്യരിങ്ങനെയൊക്കെയാവാൻ കാരണം ഏകനായ അല്ലാഹു, അവനാണ് എല്ലാ മനുഷ്യരുടെയും സ്രഷ്ടാവ്. പക്ഷെ മനുഷ്യർ പലവിധമായി. ചിലർ അനുസരണയുള്ളവരായി,
മറ്റു ചിലർ ധിക്കാരികളായി ദാവൂദ് വളരെ നേരം ചിന്തിച്ചിരുന്നുപോയി. ഇക്കാക്കമാരോടൊപ്പം ആടിനെ മേയ്ക്കാൻ പോവും ഒരു വലിയ ആട്ടിൻകൂട്ടം. അതിന്റെ ഉടമയാണ് പിതാവ്. വീട്ടിൽ ജോലിക്കാരുണ്ട്. ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ അവരിൽ ചിലരും കൂടെ കാണും. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന മലകൾ, അവയുടെ ചരിവുകൾ വിശാലമാണ്. അവിടെ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നു. ചെടികളുടെ ഇലകൾ തിന്നാൻ ആടുകൾ മത്സരിച്ചോടും. മറ്റുള്ളവരുടെ ആട്ടിൻകൂട്ടങ്ങളും അപ്പുറത്തൊക്കെ കാണും. പരസ്പരം കൂടിക്കലരാതെ നോക്കണം. വടിയുമായി ആട്ടിൻപറ്റത്തിന്റെ ചുറ്റും ഓട്ടി നടന്നു നിയന്ത്രിക്കണം. വിശപ്പടങ്ങിയാൽ ആടുകൾ വിശ്രമിക്കും. അപ്പോൾ ഇടയന്മാർക്കും വിശ്രമം. ബാലനായ ദാവൂദ് പാറപ്പുറത്തിരുന്നു മേൽപോട്ടു നോക്കും. വിശാലമായ നീലാകാശം, അവിടെ മേഞ്ഞു നടക്കുന്ന മേഘങ്ങൾ. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവം. ആശ്ചര്യങ്കരം സ്രഷ്ടാവായ അല്ലാഹു സകല ലോകങ്ങളെയും അവൻ സൃഷ്ടിച്ചു. മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പ്രവാചകന്മാരെ അയച്ചു. ഈ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട നബിയാണ് ശമവീൽ അലൈഹിസ്സലാം. ദാവൂദിന്റെ മനസ്സിൽ ശമവീൽ പ്രവാചകന്റെ മനോഹരമായ രൂപം തെളിഞ്ഞുവന്നു. എത്രയോ തവണ കണ്ടിട്ടുണ്ട്, സംസാരം കേട്ടിട്ടുണ്ട്. എത്ര സുന്ദരമാണ് ആ സംസാരമെന്ത് നല്ല പെരുമാറ്റം. സാരോപദേശങ്ങൾ കേൾക്കാൻ മനസ്സ് വല്ലാതെ കൊതിക്കുന്നു. ദാവൂദിന്റെ മനസ്സ് ഭക്തിനിർഭരമായി. ഗോത്രക്കാർ ദാവൂദിന്റെ ധീരതയെ വാഴ്ത്തിപ്പറഞ്ഞു. സ്വഭാവഗുണങ്ങൾ എടുത്തു പറഞ്ഞു. ശാരീരിക ശക്തിയെപ്പറ്റി സംസാരിച്ചു. എന്നാലതൊന്നുമല്ല ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പിന്നെന്താണ്? ദാവൂദിന്റെ ശബ്ദസൗന്ദര്യം. എത്ര മധുരമാണ് ശബ്ദം. പാട്ട് പാടുന്നത് കേട്ടാൽ മനുഷ്യർ ചലനമറ്റ് നിന്നുപോകും. ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം കുട്ടികൾ കേട്ടുപഠിക്കുന്നത് അവരുടെ ഉമ്മമാരിൽ നിന്നും ഇത്താത്തമാരിൽ നിന്നുമാണ്. പ്രായം ചെന്ന ഉമ്മമാർ കഥകൾ നീട്ടിപ്പറഞ്ഞുകൊടുക്കും. കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടുപഠിക്കും. നബിമാരുടെ കഥകൾ പറയും. മൂസാനബിയുടെ ചരിത്രം, ഫിർഔന്റെയും ഖാറൂന്റെയും ചരിത്രം, ഹാറൂൻ ചരിത്രം, അതിനുശേഷം വന്ന നബിമാർ ചരിത്രം വന്നു നിൽക്കുന്നത് ശമവീൽ നബിയിലാണ്. അദ്ദേഹത്തെ ചിലർ അശ്മവീൽ പ്രവാചകൻ എന്നും വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ബാലിയ് പിതൃപരമ്പര പ്രസിദ്ധനായ അസ്രിയ എന്ന ഇസ്രായേലി നേതാവിൽ ചെന്നുചേരുന്നു. ഹൻഫായ എന്ന പ്രമുഖന്റെ മകനാണ് അശ്മവീൽ എന്ന് രേഖപ്പെടുത്തിയവരുണ്ട്. ശമവീൽ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദുരന്തത്തിന്റെ കഥ ജനങ്ങൾ പറയുന്നുണ്ട്. കുട്ടിയായ ദാവൂദ് കേട്ടു. ഇസ്രായേലി വംശത്തിന്റെ ദുരന്തകഥ. ഗസ്സ, അസ്ഖലാൻ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ദുരന്തം കൂടുതൽ നടന്നത്. അവിടെ ധാരാളം ഇസ്രായേലികളുണ്ടായിരുന്നു. കൃഷിയും കച്ചവടവും മറ്റുമായി അവർ നല്ല നിലയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. അമാലിഖത്ത് വർഗ്ഗക്കാർ ഒരു ശാപം പോലെ അവിടെ എത്തി. മൂസാനബിയുടെ വിയോഗത്തിനു ശേഷം ഇസ്രായേലി സമൂഹത്തെ നയിച്ചത് യൂശഹ് നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേല്യർ ഫലസ്തീനിൽ പ്രവേശിച്ചു. ഓരോ ഗോത്രത്തിനുള്ള വാസസ്ഥലം നിർണയിച്ചുകൊടുത്തു. ഓരോ ഗോത്രത്തിനും ന്യായാധിപന്മാരെ നിയമിച്ചുകൊടുത്തു. ന്യായാധിപന്മാർ തൗറാത്ത് അനുസരിച്ചാണ് വിധി നടപ്പാക്കിയിരുന്നത്. മല്ലക്കാലം യൂശഹ് നബിയുടെ മരണം വരെ നിലനിന്നു. അദ്ദേഹത്തിന്റെ നിയന്ത്രണം ഇസ്രായേല്യർക്ക് വിജയവും പുരോഗതിയും നേടിക്കൊടുത്തു. അതിനുശേഷം 3 നൂറ്റാണ്ടുകൾ കടന്നുപോയി. എത്രയോ പ്രവാചകന്മാർ വന്നു. അവർ ജനങ്ങളെ നിയന്ത്രിച്ചു. അവരുടെ ഉപദേശമനുസരിച്ചു ന്യായാധിപന്മാർ ഭരണം നടത്തി. പ്രവാചകന്മാർ തന്നെ ന്യായാധിപന്മാരായി ജനങ്ങളെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഥിതിയൊക്കെ മാറി. ജനങ്ങൾ ലൗകിക സുഖങ്ങളിൽ മുഴുകി. പ്രവാചകന്മാർ പഠിപ്പിച്ചതെല്ലാം മറന്നു. നേരായ മാർഗ്ഗത്തിൽ നിന്നകന്നു. ബിംബാരാധന മടങ്ങിവന്നു. ദുരാചാരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പല പരീക്ഷണങ്ങളും നേരിടേണ്ടിവന്നു. അമാലിഖത്ത് വർഗ്ഗക്കാരുടെ ആക്രമണമായിരുന്നു വല്ലാത്ത പരീക്ഷണം. അമാലിഖത്തും ഇസ്രായേല്യരും തമ്മിൽ പല യുദ്ധങ്ങൾ നടന്നു. ഇസ്രായേല്യർക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രായേല്യരുടെ കൈവശം തൗറാത്തിന്റെ കോപ്പികളും താബൂത്ത് എന്ന വിശുദ്ധ പെട്ടകവുമുണ്ടായിരുന്നു. അവയും അമാലിഖത്ത് ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തി. അതോടെ അവരുടെ മതചിഹ്നങ്ങളും നഷ്ടപ്പെട്ടു. ജീവൻമരണ പോരാട്ടമാണ് പിന്നെ നടന്നത്. ഓരോ ഗ്രാമത്തിലും കൂട്ടക്കുരുതി തന്നെ നടന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വധിച്ചു പട്ടണങ്ങളിൽ നിന്ന് ഇസ്രായേല്യർ കൂട്ടത്തോടെ പലായനം ചെയ്തു. അവരുടെ വാസ്തുവകകൾ അമാലിഖത്ത് വംശക്കാർ പിടിച്ചടക്കി. ഇസ്രായേല്യരുടെ ഒരു പ്രധാന ഗോത്രമാണ് ലേവി. ആ ഗോത്രത്തിൽ നിന്ന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇനിയൊരു പ്രവാചകൻ ആ ഗോത്രത്തിൽ നിന്ന് വരുമെന്ന് തോന്നുന്നില്ല. ആ ഗോത്രത്തിലെ പുരുഷന്മാരെല്ലാം വധിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും വധിക്കപ്പെട്ടുപോയി. ഇനിയൊരു സ്ത്രീ മാത്രം ബാക്കിയുണ്ട്. അവരുടെ ഭർത്താവിനെയും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവർ മനസ്സുരുകി പ്രാർത്ഥന നടത്തി. സർവശക്തനായ അല്ലാഹുവേ, ഒരു മഹത്തായ ഗോത്രം ഇതാ നശിച്ചു. നാമാവശേഷമായിരിക്കുന്നു. ഒരൊറ്റ പുരുഷനും ബാക്കിയായതായി അറിവില്ല. അല്ലാഹുവേ, നീ സർവശക്തനാണ്, എന്തിനും കഴിവുള്ളവനാണ് റബ്ബേ. ഈ പാവപ്പെട്ടവൾക്ക് നീ ഒരാൺകുഞ്ഞിനെ നൽകണമേ. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, നിരന്തരമായ തേട്ടം, കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ സ്വീകരിക്കപ്പെട്ടു. ആ സ്ത്രീ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് അശ്മവീൽ എന്നു പേരിട്ടു. അല്ലാഹു എന്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം.
ഹിബ്രു ഭാഷയിൽ ഇസ്മായിൽ എന്നർത്ഥം പറയാം. ശമവീലിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് വിശദവിവരങ്ങൾ ലഭിക്കുന്നില്ല. ശമവീലിന്റെ ജനനത്തിനു മുമ്പുതന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു. കുട്ടിയെ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉമ്മയിൽ നിന്ന് കുട്ടി വളരെയേറെ അറിവുകൾ നേടിയെന്നും 40-ാം വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് മസ്ജിദിലെ ദർസിൽ ചേർന്നു ഒരു പണ്ഡിതനിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. ആരാധനകർമ്മങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. ഒരു രാത്രി ശമവീൽ മസ്ജിദിൽ ഉറങ്ങുകയായിരുന്നു. തന്റെ ഉസ്താദും പള്ളിയിൽ ഉറങ്ങുന്നുണ്ട്. ശമവീൽ ഏതോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു. ഉസ്താദ് വിളിച്ചതായിരിക്കുമോ? ശമവീൽ ഉണർന്നെഴുന്നേറ്റു. ഉസ്താദിന്റെ മുറിയിലേക്ക് ധൃതിയിൽ ചെന്നു ആദരവോടെ ചോദിച്ചു, അങ്ങെന്നെ വിളിച്ചുവോ? ഉസ്താദ് ഉറക്കച്ചടവോടെ മറുപടി പറഞ്ഞു, ഏയ്, ഓ. അദ്ദേഹം ഉറക്കിലേക്ക് വീണു. ശമവീൽ വന്നു കിടന്നു ഉറങ്ങി. ഉറങ്ങിയപ്പോൾ ആരോ തന്നെ വിളിക്കുന്നു. ഉണർന്നെഴുന്നേറ്റു. ഉസ്താദ് ഉറക്കിൽ തന്നെ പിന്നാരാണ് തന്നെ വിളിച്ചത്. വീണ്ടും കിടന്നുറങ്ങി. 3-ാം തവണയും വിളിയുടെ ശബ്ദം. ഉണർന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, താങ്കളെ നബിയായി നിയോഗിച്ചിരിക്കുന്നു. താങ്കളുടെ സമുദായത്തിലേക്കുള്ള നബിയാണ് താങ്കൾ. ശമവീൽ തന്റെ ബന്ധുക്കളെ സമീപിച്ചു. താൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട വിവരം പറഞ്ഞു. ചിലർ അത് വിശ്വസിച്ചു, പലരും സംശയിച്ചു നിന്നു. അമാലിഖത്തുമായുള്ള യുദ്ധങ്ങൾ കാരണമായി ഇസ്രായേലി വംശം തകർന്നു തരിപ്പണമായി പോയിരുന്നു. ആ തകർച്ചയുടെ ഘട്ടത്തിലാണ് ശമവീൽ ജനിച്ചത്. അതിനുശേഷം 40-ലേറെ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. പുതിയ തലമുറ വളർന്നുവന്നിരിക്കുന്നു. എന്നാലും അവർ ശക്തരല്ല. ഇനിയവർക്ക് വളരണം, ശക്തരാവണം, പഴയ പ്രതാപം വീണ്ടെടുക്കണം. അതിനവർക്ക് ശക്തനായ നേതാവ് വേണം, ഒരു പ്രവാചകൻ വേണം. ശമവീൽ പ്രവാചകനായി വരുന്നത് നല്ലതു തന്നെ എന്ന ചിന്ത വളർന്നു. അമാലിഖത്ത് നടത്തിയ കൊടും ക്രൂരതകൾ അവർ വേദനയോടെ ഓർക്കുന്നു. പ്രതികാരം ചെയ്യണം, യുദ്ധം നടത്തണം. യുദ്ധം നയിക്കാൻ ഒരു രാജാവ് തന്നെ വേണം. അവർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. താബൂത്ത് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച സക്കീനത്ത് പെട്ടിയെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. മേത്തരം മരം കൊണ്ടുണ്ടാക്കിയ പെട്ടി, സ്വർണ്ണക്കട്ടുള്ള പെട്ടി, ചന്ദനമരം കൊണ്ടാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആദം നബിക്ക് ഇറക്കിക്കൊടുത്ത പെട്ടിയാണ്. വരാനിരിക്കുന്ന പ്രവാചകന്മാരുടെ രൂപങ്ങളും വിവരങ്ങളും അതിലുണ്ട്. മലക്കുകളുടെ സാക്ഷ്യത്തോടെയുള്ള ഒരു കരാർ പത്രവും അതിലുണ്ടായിരുന്നു. ആദം നബിക്ക് ശേഷം പെട്ടി ശീഷ് നബി സൂക്ഷിച്ചു. വളരെ ആദരവോടെയാണ് സൂക്ഷിച്ചത്. പല നബിമാരിലൂടെ താബൂത്ത് കടന്നുവന്നു, ഒരു നബിക്കു ശേഷം മറ്റൊരു നബി എന്ന ക്രമത്തിൽ. ഒരു കാലത്തത് ഇസ്മായിൽ നബിയുടെ കൈവശമായിരുന്നു. പിന്നീട് ഇസ്ഹാക്ക് നബിയുടെ കൈവശം വന്നു ചേർന്നു. പിന്നീട് ആ പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാർ സൂക്ഷിച്ചുവന്നു. എന്നു പറഞ്ഞാൽ ഇസ്രായേല്യരുടെ കൈവശം വന്നു ചേർന്നു. ഇസ്രായേല്യർ പലപ്പോഴും വഴിപിഴച്ച ജീവിതം നയിച്ചിരുന്നു. എന്നാലും അവർ താബൂത്തിനെ വളരെയേറെ ആദരിച്ചു പോന്നു. പിന്നീട് മൂസാനബിയുടെ കൈവശം വന്നു ചേർന്നു. മൂസാനബി തൗറാത്ത് എഴുതിയ പലകകളുമായി വന്നപ്പോൾ ജനങ്ങൾ സാമിരിയുടെ പശുക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ടു. കടുത്ത നിരാശയും കോപവും വന്ന മൂസാനബി പലകകൾ താഴെയിട്ടു. ചിലത് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയ പലകകൾ സക്കീനത്ത് പെട്ടിയിലാണ് സൂക്ഷിച്ചിരുന്നത്. മൂസായുടെ കുടുംബവും ഹാറൂന്റെ കുടുംബവും വിട്ടേച്ചുപോയ ചില അവശിഷ്ടങ്ങൾ ആ പെട്ടിയിലുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മൂസാനബിയുടെയും ഹാറൂൻ നബിയുടെയും വടികളും വസ്ത്രങ്ങളും ആ പെട്ടിയിലുണ്ടെന്ന അഭിപ്രായമുണ്ട്. മൂസാനബിയുടെ ചെരിപ്പും ഹാറൂൻ നബിയുടെ തലപ്പാവും അതിലുണ്ടായിരുന്നുവെന്നും കാണുന്നു. മൂസാനബിക്ക് ശേഷം പെട്ടി യൂഷഹ് നബിക്ക് കിട്ടി. ആ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേല്യർ വൻ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. യുദ്ധമുണ്ടാകുമ്പോൾ പെട്ടി മുമ്പിൽ വയ്ക്കും. എന്നിട്ട് യുദ്ധം ചെയ്താൽ വിജയം വരിക്കാൻ കഴിയും. യൂഷഫ് നബിക്ക് ശേഷം പെട്ടി അൽയസഹ് നബിയുടെ കൈവശമായിരുന്നു. പിൽക്കാലത്ത് അമാലിക്കത്ത് വർഗം ഇസ്രായേല്യരെ തകർത്തു തരിപ്പണമാക്കി. അവരുടെ സമ്പാദ്യം മുഴുവൻ കൈവശമാക്കി. കൂട്ടത്തിൽ സക്കീനത്ത് പെട്ടിയും പിടിച്ചെടുത്തു. പിൽക്കാലത്ത് സക്കീനത്ത് പെട്ടിയുടെ ചിന്തയിൽ അവർ വളരെ ദുഃഖിതരായി കഴിഞ്ഞുകൂടി. ഇസ്രായേല്യരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തായതുകൊണ്ട് അമാലിക്കത്ത് വർഗക്കാർ സക്കീനത്ത് പെട്ടിയെ നിന്ദിക്കുകയും നിസാരപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് മൂത്രമൊഴിക്കാൻ പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. പെട്ടി അവിടെ കൊണ്ടുപോയിട്ട് നിന്ദിച്ചു. അവിടെ മൂത്രമൊഴിച്ചവർക്കെല്ലാം അർശസ് പോലെയുള്ള രോഗങ്ങൾ വന്നു. പല നാശങ്ങളും വന്നു. പിന്നീടവർ ആരാധനാലയത്തിൽ പെട്ടിക്കൊണ്ടുപോയി വെച്ചു. അവിടെയുള്ള ബിംബങ്ങൾ തലകുത്തി വീണു. പെട്ടി ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ പ്രദേശത്ത് നാശനഷ്ടവും മരണവും സംഭവിച്ചു. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കുഴിച്ചിട്ടു. അവിടെയും നാശം സംഭവിച്ചു. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ വൻ നാശം സംഭവിച്ചു. അമാലിക്കത്ത് വർഗം വല്ലാതെ ഭയന്നുപോയി. അവർ പെട്ടി ഒരു കാളയുടെ പുറത്തു കെട്ടി കാളയെ അതിന്റെ പാട്ടിനു വിട്ടു. അല്ലെങ്കിൽ കാളവണ്ടിയിൽ വെച്ചു. പിന്നെ അതിനെ നയിച്ചത് മലക്കുകളായിരുന്നു. കാള ത്വാലൂത്തിന്റെ വീട്ടിലെത്തി പെട്ടി ഇസ്രായേല്യർക്ക് തിരിച്ചു കിട്ടി. ശമവീൽ രാജാവ് അപ്പോൾ ജനങ്ങളോടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ യാതൊരു ശ്രമവും നടത്താതെ തന്നെ പെട്ടി തിരിച്ചു കിട്ടി. ഇനി നിങ്ങൾ ത്വാലൂത്തിനെ രാജാവായി സ്വീകരിക്കുക. അവരത് സ്വീകരിച്ചു. സക്കീനത്ത് പെട്ടി
തുമ്പരിയ തടാകത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഇനിയത് പുറത്തെടുക്കുന്നത് ഈസാനബി ആയിരിക്കുമെന്നും പറയപ്പെട്ടിരിക്കുന്നു. പെട്ടി സമീപത്തുണ്ടാകുമ്പോൾ ശാന്തിയും സമാധാനവുമുണ്ടാകുന്നതിനാൽ പെട്ടിക്ക് സക്കീനത്ത് പെട്ടിയെന്നു പേരുവന്നു. ശമവീൽ നബിയുടെ കാലത്ത് അമാലിക്കത്തിന്റെ ശക്തനായ നേതാവായിരുന്നു ജാലൂത്ത്. ആ പേര് കേട്ടാൽ തന്നെ ആളുകൾ ഭയന്നുപോകും. ധീരസാഹസികനാണ്, ശരീരത്തിന്റെ കരുത്ത് അത്ഭുതകരമായിരുന്നു. ജാലൂത്തിനെ നേരിടാൻ ആരും തയ്യാറായില്ല. കൈകൊണ്ട് ആഞ്ഞുവീശി ഒന്നുകൊടുത്താൽ ആരും വീണുപോകും. കടുത്ത ധിക്കാരിയാണ് അവൻ. വിചാരിച്ചതൊക്കെ നടക്കും. ആരും എതിർ പറയില്ല. അവന്റെ കിങ്കരന്മാർ നാട്ടിൽ നാശം വിതച്ചു കൊള്ളയും കൊലയും നടമാടി അനാചാരങ്ങൾ വളർന്നു. സത്യവും നീതിയുമില്ലാതായി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നില വന്നു. ദുർബല വിഭാഗങ്ങൾക്കൊന്നും രക്ഷയില്ല. ഇസ്രായേല്യരുടെ കൊടിയ ശത്രുവാണ് ജാലൂത്ത്. അവരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ജാലൂത്തിനെ ശക്തികൊണ്ട് നേരിടണം, അവനുമായി പടപൊരുതണം. ശമവീൽ നബി ഇസ്രായേല്യരെ ഉണർത്തി. നബിയുടെ വാക്കുകൾ വളരെ ശരിയാണെന്ന് ഇസ്രായേല്യർ സമ്മതിച്ചു. ജാലൂത്തിന്റെ ശക്തിയെക്കുറിച്ചവർ അതിശയത്തോടെ സംസാരിച്ചു. എത്ര വലിയ സൈന്യം, എന്തൊരു സമ്പത്തവനെ എങ്ങനെ നേരിടും? നേരിട്ടാൽ തകർന്നുപോവില്ലേ? നബി പറഞ്ഞു, ഇല്ല, തകർന്നുപോവില്ല. നാം സത്യത്തിന്റെ പാതയിലാണ്. അല്ലാഹുവിന്റെ സഹായം നമുക്കു ലഭിക്കും. അല്ലാഹു സഹായിച്ചാൽ ശത്രുവിന് നിലനിൽപ്പില്ല. ദാവൂദ് നബിയുടെ പിതാവ് ഈശ നബിയായിരുന്നു. ഈശ നബിയായിരുന്നുവെന്ന് ചില ഗ്രന്ഥങ്ങളിലുണ്ട്. അദ്ദേഹത്തിന് 13 മക്കളുണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ദാവൂദ് നബി. ശമവീൽ നബിക്ക് കൽപ്പന കിട്ടി, ഈശയുടെ വീട്ടിൽ പോവുക, 13 മക്കളെയും പരിശോധിക്കുക. പരിശുദ്ധമായ എണ്ണപ്പാത്രം അവരുടെ ശിരസിൽ വയ്ക്കുക. പാത്രം ആരുടെ തലയിൽ വയ്ക്കുമ്പോഴാണോ അത് നിറയുന്നത്, അവനുവേണ്ടി നീ പ്രാർത്ഥിക്കുക. നിനക്കുശേഷം അവനായിരിക്കും പ്രവാചക പദവി ലഭിക്കുക. അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ശമവീൽ ഈശയുടെ വീട്ടിലെത്തി. മക്കളെയെല്ലാം വിളിച്ചുവരുത്തി. അവരെയെല്ലാം പരിശോധിച്ചു. ഫലം കണ്ടില്ല. ഈശ, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഇവിടെ ഹാജരാവാതെയുണ്ടോ? ഉണ്ട്, ഇളയവൻ. അവൻ ആടിനെ മേയ്ക്കാൻ പോയതാണ്. അവനെ വിളിച്ചുവരുത്തു. ദാവൂദിനെ വിളിക്കാൻ ആളെ അയച്ച് ശമവീൽ കാത്തിരുന്നു. ദാവൂദ് എന്ന ബാലൻ വന്നുചേർന്നു. പരിശോധന നടന്നു. തൃപ്തികരം. നബിയുടെ മുഖം തെളിഞ്ഞു. സന്തോഷത്തോടെ ബാലന്റെ ശിരസിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി. ബാലന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു അത്. ഉപദേശങ്ങൾ മനസ്സിൽ നന്നായി പതിഞ്ഞു. അതിനനുസരിച്ചായി പിന്നീടുള്ള ജീവിതം. ഉപദേശം സ്വീകരിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ദാവൂദിനു തോന്നി. ഇപ്പോൾ എല്ലാവരും യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രൂരനായ ജാലൂത്ത് രാജാവിനെതിരെ നടക്കാൻ പോകുന്ന യുദ്ധം. ആരോഗ്യമുള്ള പുരുഷന്മാരെല്ലാം യുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു. തന്റെ ഉപ്പയും സഹോദരങ്ങളെല്ലാം സൈന്യത്തിൽ ചേർന്നിട്ടുണ്ട്. ദാവൂദിനും കൂടെ പോവാൻ വല്ലാത്ത മോഹം. തനിക്ക് യുദ്ധം ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കും. പുറപ്പെടുക തന്നെ. ശമവീൽ വീട്ടിലെത്തി. അവിടെ ഒരു പടയങ്കിയുണ്ടായിരുന്നു. ഇത് ഒരു ദൂതൻ വശം ത്വാലൂത്ത് രാജാവിന് കൊടുത്തയച്ചു. കൂടെ സന്ദേശവും. ഈ പടയങ്കി ആരുടെ ശരീരത്തിനാണോ യോജിക്കുക അവനെ ധരിപ്പിക്കുക. അവനായിരിക്കും ജാലൂത്തിനെ വധിക്കുക. ത്വാലൂത്ത് രാജാവ് സൈന്യത്തെ സജ്ജമാക്കി. ആ സൈന്യത്തിൽ അണിചേരാൻ ദാവൂദിന്റെ പിതാവും സഹോദരന്മാരുമുണ്ടായിരുന്നു. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ ദാവൂദിന്റെ മനസ്സിൽ ഒരു മോഹം. പിതാവിനെയും സഹോദരങ്ങളെയും ഒന്നുപോയി കാണണം. യുദ്ധസന്നാഹങ്ങളും കാണാമല്ലോ. ദാവൂദ് യാത്ര ചെയ്യുമ്പോൾ വഴിയിലൊരു കല്ല് കണ്ടു. അത് പറഞ്ഞു, എന്നെ എടുത്തുകൊണ്ടുപോകൂ, ഞാൻ ജാലൂത്തിനെ കൊല്ലും. അതിനെ എടുത്തു. 2 കല്ലുകൾ കൂടി. ഇങ്ങനെ പറഞ്ഞു. അവയും എടുത്തു. 3 കല്ലുകൾ സൂക്ഷിച്ചുവെച്ചു. ത്വാലൂത്ത് രാജാവിന്റെ സൈന്യം തമ്പടിച്ച സ്ഥലത്തെത്തി. പിതാവിനെയും സഹോദരങ്ങളെയും കണ്ടു. വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞു. ദാവൂദ് പട്ടാളക്കാരുടെ വിശേഷങ്ങളും തിരക്കി. ത്വാലൂത്ത് രാജാവിന്റെ പ്രഖ്യാപനം ദാവൂദ് കേട്ടു. ജാലൂത്തിനെ വധിക്കുന്ന ആൾക്ക് ത്വാലൂത്ത് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കും. രാജ്യത്തിന്റെ പകുതി ഭാഗവും നൽകും. ഇത് കേട്ടപ്പോൾ ദാവൂദ് സഹോദരന്മാരോട് ചോദിച്ചു, ഞാൻ ജാലൂത്തിനെ വധിച്ചാൽ ത്വാലൂത്തിന്റെ മകളെ എനിക്ക് ഭാര്യയായി ലഭിക്കും. രാജ്യത്തിന്റെ പകുതിയും കിട്ടും. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മണ്ടത്തരം പറയല്ലേ മോനെ. വേഗം വീട്ടിൽ പോയിക്കോ. ഞാൻ വീട്ടിലേക്ക് ഉടനെയില്ല. പിന്നെങ്ങോട്ടാണ് നീ? ഞാൻ ത്വാലൂത്ത് രാജാവിനെ ഒന്ന് കാണട്ടെ. എന്തിനാണ്? എനിക്ക് പട്ടാളത്തിൽ ചേരണം. വേണ്ട മോനെ, നിനക്ക് പട്ടാളത്തിൽ ചേരാൻ പ്രായമായിട്ടില്ല. വേഗം വീട്ടിൽ പൊയ്ക്കോളൂ. സഹോദരന്മാരുടെ വിലക്കുകളൊന്നും ദാവൂദ് ചെവിക്കൊണ്ടില്ല. നേരെ ത്വാലൂത്ത് രാജാവിന്റെ സമീപത്തേക്ക് നടന്നു. നീയാരാണ്? ത്വാലൂത്ത് ചോദിച്ചു. ഞാൻ ഈശായുടെ മകൻ. ദാവൂദ് എന്തിനു വന്നു? എനിക്ക് പട്ടാളത്തിൽ ചേരണം. കുട്ടികൾക്ക് പട്ടാളത്തിൽ എന്ത് കാര്യം? എന്നെ യുദ്ധമുഖത്തേക്ക് വിടൂ. ഞാൻ ജാലൂത്തിനെ വധിക്കും.
എന്ത്, ജാലൂത്തിനെ വധിക്കുകയോ? നീയൊരു കുട്ടിയല്ലേ? ജാലൂത്തിന്റെ അട്ടഹാസം കേൾക്കുമ്പോൾ തന്നെ നീ പേടിച്ച് വിറച്ചു വീണുപോകും. അതൊന്നും സാരമില്ല, ജാലൂത്തിനെ വധിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ. ശമവിയിൽ കൊടുത്തയച്ച അങ്കി ത്വാലൂത്ത് പലരെയും ധരിപ്പിച്ചു നോക്കി, ആർക്കും അത് പാകമായില്ല. ഇനി ഇതാരെ ധരിപ്പിക്കും? രാജാവ് ചിന്താധീനനായി. സഹോദരന്മാർ രാജാവിനെ കണ്ടു. ദാവൂദിനെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. ദാവൂദ് രാജാവിനോടിങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഒരു ചെന്നായ ഒരാടിനെ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ ഓടിച്ചെന്ന് ചെന്നായയുമായി പോരാടിച്ചു, ആടിനെ വീണ്ടെടുത്തു. മറ്റു ചെന്നായകൾ ഇത് കണ്ട് പേടിച്ച് ഓടിപ്പോയി. നിനക്ക് മറ്റ് വല്ല ധീരകൃത്യവും പറയാനുണ്ടോ? രാജാവ് ചോദിച്ചു. ബബദലി കാട്ടിലുള്ള ജന്തുക്കളെല്ലാം ഭയപ്പെടുന്ന ജീവിയാണല്ലോ സിംഹം. ഒരിക്കൽ ഒരു സിംഹം ആടിനെ പിടിക്കാൻ വന്നു. ഞാൻ സിംഹത്തെ ഓടിച്ചുപിടിച്ചു, അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. കൊള്ളാമിത് ധീരത തന്നെ നിന്നെ പട്ടാളത്തിൽ ചേർത്തിരിക്കുന്നു. ദാവൂദിനെന്തെന്നില്ലാത്ത സന്തോഷം. അല്ലാഹുവിനെ വാഴ്ത്തി ശമവിയിൽ കൊടുത്തയച്ച അങ്കി ദാവൂദിനെ ധരിപ്പിച്ചു നോക്കി, എന്തൊരു ചേർപ്പ്! ദാവൂദിന് കുതിരയെ കിട്ടി, ആയുധങ്ങൾ കിട്ടി. ദാവൂദ് രാജാവിനോടിങ്ങനെ ചോദിച്ചു, ഞാൻ ജാലൂത്തിനെ വധിച്ചാൽ അങ്ങയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമല്ലോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ഞാനെന്റെ മകളെ വിവാഹം ചെയ്തു തരും. രാജ്യത്തിന്റെ പകുതിയും തരുമല്ലോ. ഞാനെന്റെ വാക്കുപാലിക്കും. അല്ലാഹു തുണക്കട്ടെ. ദാവൂദ് ആവേശത്തോടെ പട്ടാളത്തിൽ അണിചേർന്നു. പട്ടാളത്തിന് പുറപ്പെടാൻ കൽപ്പന കിട്ടി. ധിക്കാരിയായ ജാലൂത്ത് രാജാവിന്റെ നാട്ടിലേക്കാണ് പട നീങ്ങുന്നത്. മരുഭൂമിയിലൂടെ വളരെ ദൂരം യാത്ര ചെയ്യണം. നല്ല ഉഷ്ണകാലാവസ്ഥ. മരുഭൂമിയിലൂടെ കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഇസ്രായേലർ ത്വാലൂത്ത് രാജാവിനോട് പരാതി പറയാൻ തുടങ്ങി. രാജാവേ, എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം, എവിടെ വെള്ളം? ക്ഷമിക്കുക, നാം പോവുന്ന വഴിയിൽ വെള്ളമുണ്ട്. ശുദ്ധജലം നിറഞ്ഞ പുഴയൊഴുകുന്നുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം അവിടെയെത്തും. ദാഹം ശമിക്കും, അതുവരെ ക്ഷമിക്കുക. ത്വാലൂത്ത് അവരെ സമാധാനിപ്പിച്ചു. ഇസ്രായേലരിൽ അധികപേർക്കും വളരെയൊന്നും ക്ഷമിക്കാനോ സഹിക്കാനോ കഴിഞ്ഞില്ല. അവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു അവരെ പരീക്ഷിക്കാൻ പോവുകയാണ്. പുഴയിലെ വെള്ളം വാരിക്കോരി കുടിക്കാൻ പാടില്ല. കുടിച്ചാൽ ദുർബലരായിപ്പോകും. യുദ്ധം ചെയ്യാൻ കഴിയില്ല. കൈകുമ്പിളിൽ കൊണ്ട് ഒരു കോരൽ വെള്ളം എടുക്കാം, കുടിക്കാം. ദാഹം തീരും, ശക്തി കൂടും. ധീരമായി യുദ്ധം ചെയ്യാം. അതാ നദികൾ മുമ്പിൽ കാണുന്നു. 10,000-കണക്കായ ഇസ്രായേല്യർ ആവേശഭരിതരായി നദിയിലേക്ക് ചാടാൻ തയ്യാറായി. ത്വാലൂത്ത് രാജാവ് അവരെ തടഞ്ഞു നിർത്തി. എന്നിട്ടുറക്കെ പ്രഖ്യാപിച്ചു, ജനങ്ങളെ, നിങ്ങൾ ധൃതികൂട്ടരുത്. ഈ നദിയിലെ വെള്ളം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കണം. പരാജയപ്പെടരുത്. ഒരു കുമ്പിൾ വെള്ളം മാത്രം കുടിക്കുക. ദാഹം തീരും. അല്ലാഹു അനുഗ്രഹിക്കും. നിങ്ങളുടെ കരുത്ത് വർദ്ധിക്കും. യുദ്ധത്തിൽ ജയിക്കും. വയർ നിറയെ വെള്ളം കുടിക്കരുത്. കുടിച്ചാൽ നിങ്ങൾ ക്ഷീണിക്കും. യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. സൂക്ഷിക്കുക. ഒരു കൈകുമ്പിളിൽ മാത്രം കുടിക്കുക. വിജയം വരിക്കുക. രാജാവ് പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേട്ടു. ചിലർ അനുസരിക്കാൻ സന്നദ്ധരായി. ആളുകൾ നദിയിലിറങ്ങി. ചിലർ വളരെ സൂക്ഷ്മതയോടെ ഒരു കോരൽ വെള്ളം കുടിച്ചു വേഗത്തിൽ കരക്ക് കയറി. ബഹുഭൂരിപക്ഷം ആളുകളും രാജാവിന്റെ വാക്കുകൾ അവഗണിച്ചു. വെള്ളത്തിൽ കമിഴ്ന്നു കിടന്നു. നന്നായി കുടിച്ചു. വയർ നിറയെ കുടിച്ചു. അവരെ ക്ഷീണം ബാധിച്ചു. നദിയുടെ തീരത്ത് അവർ ക്ഷീണം തീർക്കാൻ കിടന്നു. ഇസ്രായേല്യരുടെ അനുസരണക്കേടും അച്ചടക്കമില്ലായ്മയും ത്വാലൂത്ത് രാജാവിന് നന്നായറിയാം. ധിക്കാരികളും വിശ്വാസത്തിന് ബലമില്ലാത്തവരും തന്നിഷ്ടക്കാരുമൊക്കെ തന്റെ സൈന്യത്തിലുണ്ടെന്ന് അദ്ദേഹത്തിനറിയാം. ധീരന്മാരും വിശ്വാസദാർഢ്യമുള്ളവരും കൂട്ടത്തിലുണ്ട്. അവരെ വേർതിരിച്ചെടുക്കാൻ അല്ലാഹു തീരുമാനിച്ചു. ഇസ്രായേല്യർക്ക് വളരെ പരിചയമുള്ളതാണ് ജോർദാൻ നദി. അതിന്റെ ഒരു പോഷക നദിയിലാണ് ത്വാലൂത്തും സൈന്യവും എത്തിയതെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. ഉഷ്ണവും ദാഹവും കൂടുതലുള്ള ദിവസം ക്ഷീണവുമുണ്ട്. അപ്പോഴാണ് ത്വാലൂത്തിന്റെ കൽപ്പന വന്നത്. വെള്ളം കുടിക്കാതെ കൂടാതെ കഴിയില്ല എന്നാണെങ്കിൽ ഒരു കോരൽ വെള്ളം കുടിക്കാം. കൂടുതൽ പാടില്ല. ഇതൊരു നല്ല പരീക്ഷണം തന്നെ. യുദ്ധരംഗം കഠിനമായ അനുഭവമാണ്. അല്പനേരം ദാഹം സഹിക്കാൻ കഴിയാത്തവരെങ്ങനെ യുദ്ധത്തെ നേരിടും? അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കു വഴങ്ങിയ യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണമെത്ര? 313. ബദരീങ്ങളുടെ എണ്ണം 313. അവർ ആയുധങ്ങളുമായി മുന്നേറി ജാലൂത്തിന്റെ പ്രദേശത്തെത്തി. വൻ സൈന്യത്തെ മുമ്പിൽ കാണുന്നു. എന്തൊരു വൻ സൈന്യം! സൈന്യത്തിന്റെ വലുപ്പം കണ്ട് അന്തം വിട്ടുപോയവരോട് കൂട്ടത്തിലുള്ള നേതാക്കൾ സംസാരിച്ചു. എത്രയെത്ര ചെറുസംഘങ്ങളാണ് വൻ സംഘങ്ങളെ നേരിട്ടത്! അല്ലാഹുവിന്റെ സഹായത്തോടെ ചെറുസംഘങ്ങൾ വിജയിച്ചു. നാം ഇവിടെ 313 പേരുടെ ചെറുസംഘമാണ്. അല്ലാഹു നമ്മെ സഹായിക്കും. നാം വിജയിക്കും. ധീരമായി മുന്നേറുക. 313 പേരുടെ പട, അനേകായിരങ്ങളുടെ പടുകൂറ്റൻ പട. ആ പടയെ നയിക്കുന്നതോ ആജാനുബാഹുവായ ജാലൂത്ത്. 9 അടി ഉയരം, ബലം കൂടിയ കൈകാലുകൾ, ധീരത നിറഞ്ഞ നോട്ടവും ചലനവും. എന്നെ നേരിടാൻ ആരുണ്ടിവിടെ? ജാലൂത്ത് വിളിച്ചു ചോദിച്ചു. ഞാനുണ്ട്. ദാവൂദിന്റെ ശബ്ദമുയർന്നു. പോടാ, ഒരു കുട്ടിയാണോ എന്നെ നേരിടുന്നത്? ഞാൻ നിന്നെ കൊല്ലും. പോടാ, സമയം കളയാതെ നിന്നെ വധിക്കാൻ എനിക്കിഷ്ടമില്ല. പോ. ജാലൂത്ത് പറഞ്ഞു.
നിന്നെ വധിക്കാൻ എനിക്കിഷ്ടമാണ് ദാവൂദിന്റെ മറുപടി. ദാവൂദിന് ദേഷ്യം വന്നു. കവണ കൈയിലെടുത്തു. കല്ല് കവണയിൽ തൊടുത്തു. അല്ലാഹുവിന്റെ പേരുചൊല്ലി ഉന്നം പിടിച്ചു. കവണ വലിച്ചുവിട്ടു. കല്ല് വായുവിലൂടെ പറന്നു. ലക്ഷ്യസ്ഥാനത്ത് തന്നെ ചെന്നു തറച്ചു. ജാലൂത്തിന്റെ നെറ്റിയിൽ. ജാലൂത്ത് മറിഞ്ഞു വീണു. ദാവൂദ് 2 കല്ലുകൾ കൂടി തൊടുത്തുവിട്ടു. സൈനിക നിരയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ആ കല്ലുകൾ വന്നു വീണു. ഇരുഭാഗത്തുമുള്ള സൈന്യം പിന്തിരിഞ്ഞോടി. ഇസ്രായേല്യർ അവരെ ഓടിച്ചിട്ടു പിടിച്ചു. യുദ്ധമുതലുകൾ കൈവശമാക്കി. ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. 313 പേരുടെ വൻ വിജയം. ബദ്റിലെ വിജയം പോലെ. ബദ്റിലെത്തിയപ്പോൾ സ്വഹാബികൾ എന്താണ് പ്രാർത്ഥിച്ചത്? ശത്രുക്കളുമായി കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തേണമേ, മനസ്സു പതറിപ്പോവരുതേ, ക്ഷമ നൽകേണമേ. ത്വാലൂത്തും അനുയായികളും അന്ന് പ്രാർത്ഥിച്ചതും അതുതന്നെയായിരുന്നു. യുദ്ധം വിജയിച്ചു. നാട് കീഴടങ്ങി. വമ്പിച്ച സ്വത്ത് കൈവശം വന്നു. വളരെ പേർ വിശ്വാസികളായി. പിന്നെ നടന്നത് രാജകീയ വിവാഹമാണ്. ആട്ടിടയനായ ദാവൂദ് ഇതാ രാജകുമാരനായി മാറുന്നു. രാജകുമാരിയെ വിവാഹം ചെയ്യുന്നു. ഇസ്ലാമിക രീതിയിൽ വളരെ ലളിതമായാണ് വിവാഹം നടക്കുന്നത്. പക്ഷേ ആ വിവാഹത്തിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സർവത്ര ആഹ്ലാദം. എല്ലാവരും സ്വയം പങ്കാളികളായി മാറുന്നു. ജാലൂത്ത് എന്ന ധിക്കാരിയുടെ പതനം. അവിശ്വസനീയമായ സംഭവം. അത് സംഭവിച്ചിരിക്കുന്നു. അതോടെ ദാവൂദ് നാട്ടിന്റെ അഭിമാനമായി മാറി. ജനങ്ങളുടെ രോമാഞ്ചമായി മാറി. നദിയിൽ നിന്ന് കൂടുതൽ വെള്ളം കുടിച്ചവർ നിന്ദ്യരും നിസ്സഹായരുമായി മാറി. അവരെ ആരും പരിഗണിച്ചില്ല. പലരും നദിയുടെ സമീപം തന്നെ താമസമാക്കി നിസ്സാരന്മാരായി കാലഗതി പ്രാപിച്ചു. ദാവൂദ് നബിക്ക് അല്ലാഹു പ്രത്യേക വിജ്ഞാനം നൽകി. രാജ്യത്തിന്റെ പകുതി ഭാഗം കിട്ടിയപ്പോൾ അത് ഭരിക്കാനുള്ള കഴിവും വിവരവും അല്ലാഹു നൽകി. ജാലൂത്തിന്റെ ധിക്കാരം പരിധിവിട്ടപ്പോൾ അവനെ നേരിടാൻ ത്വാലൂത്തിനെയും ദാവൂദിനെയും അല്ലാഹു നിയോഗിച്ചു. ചിലരെ കൊണ്ട് തടുക്കില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാകുമായിരുന്നു. ധിക്കാരവും അക്രമങ്ങളും പെരുകുമ്പോൾ അതിനു പരിഹാരമായി അല്ലാഹു ചിലരെ നിയോഗിക്കും. അതാണവന്റെ ചര്യ. ദാവൂദ് നബിയുടെ പേരും പെരുമയും വളർന്നു. ജനങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരി. ജനങ്ങൾ സ്നേഹവും ആദരവും തിരിച്ചു നൽകി. നാട്ടിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞുനിന്നു. ശപിക്കപ്പെട്ട ഇബ്ലീസിന് ഇതൊന്നും സഹിക്കാവുന്ന കാര്യമല്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം. അതിനുവേണ്ടി ത്വാലൂത്തിനെ സമീപിച്ചു. ചില തോന്നലുകൾ മനസ്സിലേക്കിട്ടുകൊടുത്തു. ദാവൂദിനെ നാട്ടുകാർ എന്തുമാത്രം സ്നേഹിക്കുന്നു? തന്നെയോ? തനിക്ക് അത്രയും സ്നേഹം ലഭിക്കുന്നുണ്ടോ? തനിക്ക് ദാവൂദിന്റെ അത്ര പേരും പെരുമയുമുണ്ടോ? ദാവൂദിന്റെ യശസ് തനിക്കൊരു ഭീഷണിയല്ലേ? ദാവൂദ് ശക്തനായി മാറുമ്പോൾ താൻ നിസ്സഹായനായി മാറുകയല്ലേ? നിസ്സാരനാവുകയല്ലേ? എന്താണിതിനൊരു പരിഹാരം? ഇബ്ലീസ് പരിഹാരം പറഞ്ഞുകൊടുത്തു. ദാവൂദിനെ വധിക്കുക. ഇബ്ലീസിന്റെ ഉപദേശം. ത്വാലൂത്ത് അസ്വസ്ഥനായി, നിദ്രാവിഹീനനായി. ശമവീൽ നബിയുടെ കാലം അവസാനിക്കുകയാണ്. പിൻഗാമിയായി ദാവൂദ് നബി നിയോഗിക്കപ്പെട്ടു. ജനങ്ങൾ ദാവൂദ് നബിയുടെ ഉപദേശം കേട്ടു. അതനുസരിച്ചു ജീവിച്ചു. ത്വാലൂത്തിന്റെ അസ്വസ്ഥത വർദ്ധിച്ചു. ശമവീൽ വൃദ്ധനായി ധന്യമായൊരു പുരുഷായുസ് അതിവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ കണ്ണുകൾ അടഞ്ഞുപോയി. മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയെത്തി. ബൈത്തുൽ മുഖദ്ദസിന് സമീപം ഖബറടക്കപ്പെട്ടു. ആ പ്രദേശം ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും സംഗമവേദിയായി. ദാവൂദ് നബി പ്രവാചകനും രാജാവും. ശമവീൽ നബിയുടെ പിൻഗാമി. ജനങ്ങളുടെ ആദരവും അനുസരണയും വർദ്ധിച്ചു. ത്വാലൂത്ത് അസഹ്യതയോടെ എല്ലാം നോക്കിക്കണ്ടു. ത്വാലൂത്തിന്റെ പദ്ധതികൾ പുറത്തറിഞ്ഞു. പണ്ഡിതന്മാർ അദ്ദേഹത്തെ സമീപിച്ചു, ഉപദേശിച്ചു. ദാവൂദ് നബി പ്രവാചകനാണ്, വധിക്കരുത്, ശാപം കിട്ടും. ത്വാലൂത്തിന് ഉപദേശമൊന്നും ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി മാറി. നിഷ്കളങ്കരായ അനേകം പണ്ഡിതന്മാർ വധിക്കപ്പെട്ടു. ദാവൂദ് നബി ത്വാലൂത്തിനെ നേരിടാൻ പോയില്ല. 70 അനുയായികളുമായി മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ രഹസ്യമായി താമസിച്ചു. ആരാധനാലയം സ്ഥാപിച്ചു. എപ്പോഴും ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. ത്വാലൂത്ത് വിവരമറിഞ്ഞു. സൈന്യവുമായി മലമുകളിലെത്തി. ദാവൂദ് നബിയെ ഒന്നും ചെയ്യാനാവാതെ നിരാശനായി മടങ്ങി. ഈ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ പരലോക ജീവിതം വിജയകരമാക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.